എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വലിയ സന്തോഷം തോന്നുന്നു. ഞാൻ ആദ്യം നോക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്നാണ് ഞാൻ വായിച്ചത്. അതിലാണ് കണ്ണുപോയത്. 12-ാം വയസ്സിൽ അണ്ടർ-13 കളിച്ചു തുടങ്ങിയ ഒരു ചെറിയൊരു ചെറുക്കൻ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലെവലിൽ എത്തിയതിൽ വലിയ സന്തോഷം. അതിലെല്ലാവരുടെയും ഇത്രയും സ്നേഹവും ഇത്രയും സപ്പോർട്ടും, എവിടെ പോയാലും ആ ഒരു എക്സ്ട്രാ ഒരു സ്പെഷ്യൽ പ്രാർത്ഥന നമ്മുടെ നാട്ടിൽ നിന്നുണ്ടെന്നുള്ളൊരു സംഭവം എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജെന്യുവൻ സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ മതിയല്ലേ, നീ എന്തെങ്കിലും ചോദിച്ചാൽ കൊള്ളായിരിക്കും. സഞ്ജു, your humility and your warmth is so endearing to watch. ഒരുപാട് പ്രാവശ്യം നമ്മൾ ടി വിയിൽ കൂടെ സഞ്ജു ഇതേ ഹ്യൂമിലിറ്റിയോടെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് പിന്നെയും അതേ ഹ്യൂമിലിറ്റി അതേ വോംത്തോടെ സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി സോ സ്പെഷ്യൽ. സഞ്ജു പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഒന്ന് മുന്നോട്ട് പോകാം. 12 വയസ്സിൽ ഇവിടെ നിന്നാണ് ഈ യാത്ര സഞ്ജു തുടങ്ങിയത്. Now that you've traveled the entire globe and when you come back to this home ground, what extra responsibility do you have on your shoulder? Yeah, the responsibility keeps increasing each and every time I come back after wearing that blue jersey. Whenever I come back, I keep asking myself the same question. Who is the next guy? Who is the next guy going to wear that blue jersey? Who is the next guy who is going to represent our country? And myself, who has traveled the whole path, I know how challenging it is and what type of character it requires and what type of attitude it requires. And I feel that I am very responsible to share my experience and share my knowledge to each and everyone who is having almost the same dream which I had. So I feel very responsible being a part of Kerala cricket. I feel there is a lot which I can share, there is a lot which I can help, there is a lot which I can guide. So I look forward to spending a lot of time with the players here. So yeah, that's what I feel when I come back every time. When you say you want to share your experiences, നമുക്കെല്ലാം അറിയാം സഞ്ജുവിൻ്റെ ജേർണി ഒട്ടും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ജേർണി ആയിരുന്നില്ല. യു ഫേസ് സോ മെനി ചാലഞ്ചസ് അല്ലേ? അപ്പോൾ ഡു യു ഓൾസോ മേക്ക് ഇറ്റ് എ പോയിന്റ് ടു ഷെയർ ദോസ് ചാലഞ്ചിങ് എക്സ്പീരിയൻസ് ആൻഡ് ഹൗ ഡിഡ് യു സർപാസ് ഓൾ ഓഫ് ദാറ്റ്? അതും ഷെയർ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ? Yeah, of course. I think whenever I look back in my journey, so as you rightly said, it has been with lots of ups and downs. It has been lots of question marks, lots of obstacles, lots of doubts. അപ്പോൾ കുറേ പ്രാവശ്യമൊക്കെ പലവരും ആലോചിച്ചിട്ടുണ്ടോ ഇത്രയേ ഉള്ളൂ, അങ്ങനത്തെ ചോദ്യം കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അത്രയും ടഫായിട്ടുള്ളൊരു ജേർണിയിലൂടെ പോയി അവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഭയങ്കര തന്നെയാണ്. It also molds you as a sports person, അല്ലേ? Yes, definitely molds you and it definitely teaches you. എല്ലാം പെട്ടെന്ന് കിട്ടുമ്പോൾ കിട്ടിക്കഴിഞ്ഞ ഒരു സുഖമില്ല. ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഏറ്റവും വലിയ സാധനം കിട്ടുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അത് പിന്നെ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ നേടിയെടുക്കുമ്പോൾ നെഞ്ചു വിരിച്ച് ഇവിടെ വന്ന് എന്ത് സംസാരിക്കാനുള്ള ധൈര്യം കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ഈ ഒരു ഇവിടെ മുൻപ് സംസാരിച്ച ഒരാൾ പറഞ്ഞു, സഞ്ജു ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, സഞ്ജുവിൻ്റെ ഒരു ക്രൗണിങ് ഗ്ലോറി സക്സസിൻ്റെ ഒരു പീക്ക് മൊമെൻറ്റിൽ KCLൽ കളിച്ച കാര്യം സഞ്ജു പറഞ്ഞു. അത് എന്താണ്? കെൻ യു റിക്കോൾ ദാറ്റ് ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു കേരളത്തിൽ കളിച്ച ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് സഞ്ജു പറഞ്ഞു. ഒന്നത് റിക്കോൾ ചെയ്യാമോ ഈ ഒരു നിമിഷത്തിൽ? KCL നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കേരളത്തിന് കളിച്ചു തുടങ്ങി കുറേ വർഷങ്ങളായി. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ബാക്കി കുറേ സ്റ്റേറ്റ്സിൽ ഈ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമുക്കെപ്പോൾ KCL ഉണ്ടാവും, നമുക്കെപ്പോൾ ഈ പ്രീമിയർ ലീഗ് ഉണ്ടാവുമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാത്തിനും ഓരോരോ സമയമുണ്ട് എന്നൊക്കെ പറയണ പോലെ നമുക്ക് കറക്റ്റ് സമയത്ത് ഈ ടൂർണമെൻറ്റ് തുടങ്ങാൻ പറ്റി. അപ്പോൾ ആ ടൂർണമെൻറ്റ് കഴിഞ്ഞ വർഷം എനിക്കത് കളിക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ അത് കളിക്കുമ്പോഴും നമ്മൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചസ് കളിച്ചിട്ടുണ്ട്. ഞാൻ 5-6 മാച്ചേ കളിച്ചിട്ടുള്ളൂ കഴിഞ്ഞ വർഷം. പക്ഷേ കളിച്ച മാച്ചസിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും ഒരു പ്രഷറും ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഹൈ ലെവൽ സ്റ്റാൻഡേർഡ് തന്നെ ഉണ്ടായിരുന്നു കേസിൽ. അപ്പോൾ നമ്മുടെ ഗ്രീൻഫീൽഡ് കളിച്ച വിക്കറ്റ്സ് വരെ തുടക്കത്തിൽ ഹൈ സ്കോറിംഗ് വിക്കറ്റ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബോളേഴ്സ് ചാലഞ്ചിങ് ആയിരുന്നു, ബാറ്റ്സ്മാർക്ക് നല്ല ഹൈ സ്കോറിംഗ് റൺസ് അടിക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഇറ്റ് ഡെഫിനറ്റ്ലി ലുക്ക് ലൈക്ക് എ വെരി quality cricket tournament happening in the country. And once you travel after this league, when I was going for Asia Cup in the Indian dressing room, people are talking about the league. Okay. Whenever you travel to CSK, when you travel to Indian dressing room, people are asking KCL ഷോൺ റോജർ എന്ന് പറഞ്ഞ ചെറുക്കൻ കൊള്ളല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ ഷോൺ റോജർ മാത്രമല്ല, വേറെ പല പേരും ഉണ്ടായിരുന്നു. ഒരു ഇതിന് ഇത്ര ഒരു പേരിൽ പറയാൻ പറ്റൂ. അപ്പോൾ സഞ്ജു കളിച്ച ടീമിന്റെ ഇടന്നാണ് ഇപ്പോൾ മുമ്പേ ഇറങ്ങി വന്നത്.
എന്താണ്? മുമ്പ് കഴിഞ്ഞ വർഷം കളിച്ച ടീമിന്റെ ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് ഇറങ്ങുന്നത്. കാരണം ഞാൻ സഞ്ജുവിനെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ ടൂർണമെന്റ് ഐക്കണൊക്കെയാണ് ഫ്രണ്ടിലത്തെ സീറ്റിൽ നിന്ന് ഇറങ്ങിയത്. നോക്കിയപ്പോൾ ഉണ്ടത് അവിടുന്ന് ദൂരേന്ന് പ്ലേയേഴ്സിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. KCL ഒരു ഭാഗമായി ഈ വർഷം KCL കളിക്കുന്നില്ലെങ്കിൽ പോലും ഹൗ മച്ച് ഹി ഫീൽസ് ലൈക്ക് എ പാർട്ട് ഓഫ് ദ ടീംസ് എന്നുള്ളതിന്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ തന്നെയാണ് അത്. താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ ഓൾവേസ് ബീങ് സച്ച് എ ബിഗ് പാർട്ട് ഓഫ് ദി ഇക്കോസിസ്റ്റം. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. യു ഓൾറെഡി മെൻഷൻഡ് ഹൗ KCL കുറിച്ച് പുറത്ത് ആളുകൾ സംസാരിക്കുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് ഗിവിംഗ് അസ് എ ലോട്ട് ഓഫ് വിസിബിലിറ്റി. പക്ഷേ ആസ് എ പ്ലെയർ ഹു ഹാസ് സീൻ ഇറ്റ് ഓൾ, ഹൗ ഡു യു റിയലി സീ KCL carving the future parts of Kerala cricket? Yeah, it is a long process. As we all know, we are just starting off. It's just the third season which is coming. So I feel it's all of our responsibility to protect this league. ഒരു കാര്യം തുടങ്ങാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഹാർഡ് വർക്കും ഈ ഓർഗനൈസേഴ്സും ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും എഫർട്ട് നമ്മൾ ഉറപ്പായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സീസൺ ഡെഫിനറ്റ്ലി ഒരു സംഭവം തുടങ്ങാൻ എളുപ്പമാണ്, ബട്ട് ഹൗ ലോങ് ക്യാൻ വി സസ്റ്റെയിൻ ദിസ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്, which I am also not sure. Which we all are responsible to make it a huge success. I think I just told in a last interview, next 40-50 years, this league should keep happening every year. So അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ ഈ വിഷയത്തിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.